വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയം അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ കാത്തുപരിപാലിച്ച അനന്ത സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. അതിനെ സ്തുതിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു. ഈശോയെ, ഈ സമയം ഈ ക്ലാസ്സിന് ഈ സമയത്ത് മുഴുവനും അമ്മയുടെ വിമ്രകത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ മേലും ഈ മക്കളുടെ മേലും ഈ ശുശ്രൂഷ മുഴുവൻ്റെ മേലും നിറഞ്ഞു നിൽക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സ്നേഹനിധിയായ നീതിമാനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സർവ്വവിശുദ്ധരെ, മാലാഖമാരെ, കാവൽമാലാകെ, പിതാക്കന്മാരെ, സ്ലീഹന്മാരെ, സ്വർഗീയ ബന്ധമേ, സ്വർഗീയ നിവാസികളെ, രക്തസാക്ഷികളെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ. കുഞ്ഞുമക്കളെ, ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സന്തോഷമാണോ? ആണല്ലേ? ഇന്ന് നമുക്ക് ആദ്യം ഒരു വചനം പഠിക്കാം. നമ്മൾ സാധാരണ പഠിക്കാറില്ലേ? കഴിഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നോ? ബുക്കിൽ എഴുതി വെച്ചായിരുന്നോ? എഴുതിയല്ലേ? ഓക്കെ, ദൈവത്തിന് നന്ദി. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തനങ്ങളിലുള്ള ഒരു വചനം, അതായത് 1-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. അങ്ങനെയല്ലേ? ശരിയല്ലേ? അതെ. ഇത് ബുക്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പൊക്കെ 2-3 പ്രാവശ്യം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടും അഭിഷേകവും നമുക്ക് പഠിക്കാനുള്ള കൃപയും ലഭിക്കും. ഒന്നുകൂടെ നമുക്ക് പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലേ? നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയായിരുന്നു? പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നെന്നൊക്കെ തോന്നുന്നുണ്ടോ? അറിയോ? ഇങ്ങനെ തോന്നുന്നുണ്ട്? സന്തോഷമാണോ? പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ കൂടുതൽ വളരുന്നില്ലേ? തീർച്ചയായും വളരും. അമ്മ സഹായിക്കും. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയോ എല്ലാവരും? നല്ല പരീക്ഷയായിരുന്നല്ലേ? ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെയുള്ള പഠനം കഴിഞ്ഞുള്ള പരീക്ഷയല്ലേ അല്ലേ? വ്യത്യസ്തമായൊരു പരീക്ഷ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും ദൈവം നമ്മളെ സഹായിച്ചല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരീക്ഷയൊക്കെ ദൈവം സഹായിച്ചു. പിന്നെ 1-2 വാക്ക് ഏൽപ്പിച്ചിരുന്നില്ലേ പക്ഷേ? പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് നല്ല നിറം കൊടുക്കാൻ പറഞ്ഞില്ലേ? കൊടുത്തായിരുന്നോ? മാർക്ക് കിട്ടിയായിരുന്നോ? എത്ര സ്റ്റാർ കിട്ടി? കിട്ടിയില്ലേ? കിട്ടിയല്ലേ? ഓക്കെ. പിന്നെയില്ലേ, പട്ടത്തിൽ നമ്മൾ ഒരുപാട് പറഞ്ഞില്ലേ? 5 ആവശ്യങ്ങൾ എഴുതി വയ്ക്കാൻ പറഞ്ഞില്ലേ? എഴുതിയായിരുന്നോ? എല്ലാം എഴുതിയല്ലേ? അത് നമ്മളെ പ്രാർത്ഥനയാണല്ലേ? അത് പരിശുദ്ധ അമ്മ കാണും അല്ലേ? ഈശോ അനുഗ്രഹിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്തൊക്കെയാണ് പഠിച്ചത്? പരിശുദ്ധ അമ്മ, പിന്നെ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും നമ്മുടെ കൊന്തയിലേക്ക് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മൾ നയിച്ചതെന്നും കൊന്ത ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ? കഴിഞ്ഞ ദിവസം 2 രഹസ്യങ്ങൾ പഠിച്ചില്ലേ? ഏതൊക്കെ? പരിശുദ്ധ അമ്മയുടെ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, പിന്നെ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ പ്രാർത്ഥിച്ച നമ്മളല്ലേ നമ്മൾ പഠിച്ചു. 2 പഠിച്ചു.
മാഷൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെപ്പോഴും നമ്മൾ അമ്മയെ പോലെ ആവണം, അച്ഛനെ പോലെ ആവണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും നടന്മാരെ കണ്ട് നമ്മൾ നടനെ പോലെ ആവണം, നടിയെ പോലെ ആവണം എന്നൊക്കെ പറയാറില്ലേ? നമ്മൾ ഈശോ പോലെ ആവണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയാറുണ്ടോ? അച്ഛൻ പറയാറുണ്ടോ? എൻ്റെ മക്കള് ഈശോ പോലെ ആവണമെന്ന് പറയാറുണ്ടോ? നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം അല്ലേ? ഈശോ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നില്ലേ? തീർച്ചയായും ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നില്ലേ, എൻ്റെ ഉള്ളം കയ്യിൽ നിൻ്റെ പേര് ഞാൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. ഉള്ളം കയ്യിൽ പേര് എഴുതി സൂക്ഷിക്കണമെങ്കിൽ എത്രമാത്രം നമ്മളോട് ദൈവത്തിന് സ്നേഹം കാണും. ഈശോ അനന്തമായ സ്നേഹമാണ് അല്ലേ? നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചോരയും ചിന്തിയാണ് നമുക്ക് രക്ഷ തന്നല്ലേ? മക്കൾ എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. മാഷിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചല്ലേ? സന്തോഷം, ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥന മാഷിനെ ഒത്തിരി സഹായിക്കുന്നുണ്ട് കേട്ടോ. നന്ദി. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ കൂടുതൽ വളരാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം എപ്പോഴും നിങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കൂട്ടി വിളിച്ചുകൊണ്ട് കൂടുതൽ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മൾ സന്തോഷകരമായ ദിവസം എന്താ പറഞ്ഞത്? സന്തോഷകരമായ ദിവസം പരിശുദ്ധ അമ്മയ്ക്കത് വലിയ വേദനയുടെ ഒരു രഹസ്യങ്ങളായിരുന്നല്ലേ? എന്നിട്ടും പരിശുദ്ധ അമ്മ മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതെല്ലാം സ്വീകരിച്ചു ദൈവത്തെ പ്രതി അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. പിന്നെ രണ്ടാമത് കണ്ട ഏതാ രഹസ്യം? പ്രകാശത്തിൻ്റെ രഹസ്യം. അതിനകത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആദ്യമായിട്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് ആ രഹസ്യത്തിലൂടെയാണ് അല്ലേ? അതുവഴി കർത്താവിൻ്റെ പരസ്യ ജീവിതം, അതായത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയല്ലേ? ആ പ്രസംഗങ്ങളാണ് ഇന്നും നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. ഈശോ വരുന്നവരെയും പ്രാർത്ഥിച്ചൊരുങ്ങി ശക്തി പ്രാപിച്ചിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ എപ്പോഴും സന്തോഷിപ്പിച്ച് നമ്മുടെ കൂടെ ജ്വലിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് ഒന്നും കൂടി നമുക്ക് ആ രഹസ്യത്തെക്കുറിച്ച് ഇന്ന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ വീണ്ടും അടുത്ത 2 രഹസ്യങ്ങളിലേക്ക് നയിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഒരുങ്ങാം. അടുത്ത 2 രഹസ്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലേ? ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം ഏതൊക്കെയാണ്? അതെന്തായിരുന്നു? കർത്താവ് ഈശോയുടെ പീഡാസഹനങ്ങളല്ലേ? ഈ പീഡാസഹനങ്ങളാണ് മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കിയത് അല്ലേ? അതെ. ഇതും പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ ഈശോ മിശിഹ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് കുരിശ് വരെ, ആ കുരിശ് മരണം വരെ സ്വീകരിച്ചു. അവസാനം തുള്ളിച്ചോരെ ഈശോ നമുക്ക് വേണ്ടി ചിന്തി. പ്രത്യേകിച്ച് ഈ രഹസ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, മാനവരാശിക്ക് മുഴുവനെന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മക്കളെ. ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഈശോ സഹിച്ചതാണ്. ഈ കുരിശു മരണം, ഈ പീഡാസഹനം മുഴുവനും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഈശോ മിശിഹ സഹിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ദുഃഖകരമായ ദിവസത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഏതാണ്? കർത്താവ് ഈശോ മിശിഹ ഗെത്സമൻ തോട്ടത്തിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചു അല്ലേ? ചോര വിയർക്കണമെങ്കിൽ എത്രമാത്രം തീവ്രമായ വേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു നമുക്ക് തിരിച്ചറിയാം അല്ലേ? അത്
ഒത്തിരി മാനവകുലത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഓർത്ത് ഈശോ ഹൃദയം ഉരുകി ശരീരം ഉരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ആരായിരുന്നു? ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. അവർ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി അല്ലേ? ഈശോ മിശിഹ ഒരു ഒരുക്ക പ്രാർത്ഥനയായിരുന്നു നടത്തുകയായിരുന്നു ഗെത്സമനി തോട്ടത്തിൽ. പിറ്റേ ദിവസം താൻ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ ഓർത്തിട്ട് അതിനുള്ള ശക്തി പ്രാപിക്കാൻ വേണ്ടി ദൈവപിതാവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുകയായിരുന്നു. അപ്പോൾ മാലാഖമാർ വന്ന് ഈശോയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ ദിവസം എന്താണ്? കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ ഭവനത്തിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു. ചമ്മട്ടി മക്കൾ കണ്ടായിരുന്നോ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയ്ക്കകത്ത് അത് കാണിക്കുന്നുണ്ട്. ചമ്മട്ടി എന്ന് പറയുന്നത് ഇരുമ്പ് ലോഹം കൊണ്ടുള്ള കൊളുത്ത് പോലുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ശരീരത്തെ അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മാംസത്തിൽ ഇത് തുളച്ചു കയറും. പിന്നെ ആ വലിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ല മാംസം കൂടി പറഞ്ഞു പോകും. നമ്മളെ ഈശോ എത്രമാത്രം വേദന സഹിച്ചു മക്കളെ അല്ലേ? അതെ, നമുക്ക് വേണ്ടിയിട്ട് ഈശോ അത്രയും സഹിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് വേണ്ടി ഇന്ന് നമ്മളെ ചെറിയ ചെറിയ സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം അല്ലേ? മൂന്നാമത്തെ ദിവസം ഏതാണ്? കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു. നമ്മളെ സഭാപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർ തൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് ഈശോ തലയിൽ മുറിവേറ്റു. അതെ, അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. ഈശോ ഒരിക്കലും നമ്മളിനി വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു തെറ്റ് വന്നു പോകുമ്പോൾ അത് ഈശോയ്ക്ക് വേദനയാകും അല്ലേ? അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ദുഃഖത്തിൻ്റെ നാലാമത്തെ ദിവസം ഏതാണ്? കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു. അന്ന് വരെ കുരിശുമരണം എന്ന് പറയുന്നത് നീച പാപികൾക്ക്, അത്രയും വൃത്തിഹീനമായി ജീവിച്ച മനുഷ്യർക്ക് കുറ്റവാളിയെ കൊടുത്തിരുന്ന ഒരു ശിക്ഷയായിരുന്നു കുരിശുമരണം. എന്നാൽ നീതിമാനായ ദൈവപുത്രനെ യൂതന്മാർ ഏൽപ്പിച്ചു കൊടുത്തത് ഈ കുരിശായിരുന്നു. എന്നാലോ ആ കുരിശ് കർത്താവ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്ന് രക്ഷയുടെ ചിഹ്നമായിട്ട് മാറി. നമുക്കത് രക്ഷയായി മാറിയല്ലേ? ആ കുരിശിനെ നമ്മൾ വണങ്ങാറില്ലേ? അതെ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടുത്ത എന്താണ്? അഞ്ചാമത്തെ ദിവ്യരഹസ്യം ഏതാണ്? ദുഃഖത്തിൻ്റെ അഞ്ചാം ദിവ്യരഹസ്യം കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താലെത്തിയപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു എന്നതിന്മേൽ ധ്യാനിക്കുന്നു. നമ്മൾ അമ്മയും അപ്പൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ കുഞ്ഞുമക്കളാ കുഴപ്പമില്ലല്ലേ? വസ്ത്രമൊന്നുമില്ല എന്നവർ കുഞ്ഞുങ്ങളെ കുഴപ്പമില്ല. പക്ഷേ ഈശോ അങ്ങനെ ആയിരുന്നോ? ഈശോ നല്ല ശരീരവും നല്ല പൊക്കവും വണ്ണമൊക്കെ ഉണ്ടായിരുന്ന 33 വയസ്സുകാരനായിരുന്നു. ആ ഈശോ അമ്മയുടെ മറ്റുള്ള ജനത്തിൻ്റെ മുമ്പിൽ ഒരു വസ്ത്രം പോലും ഇല്ലാതെ അവർ നിർത്തി. ആ വസ്ത്രം ഇല്ലാതെ തന്നെ കുരിശിൽ തറച്ചു അല്ലേ? അപ്പം നമ്മൾ ഓർമ്മിക്കുക, ഇത്രയും സഹനങ്ങൾ ഈശോ ഏറ്റെടുത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈശോയെ കാണുന്നത്? ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നമ്മൾ കൂടെ നമ്മളെ മനസ്സിൽ പരിശോധിക്കണം. ഇനി നമ്മൾ കാണുന്നത് മഹിമയുടെ ദിവസങ്ങളിലെ മഹിമയുടെ ദിവസമാണ് കർത്താവ് ഈശോ മിശിഹായുടെ മഹത്വീകരണമാണ്. മഹത്വപൂർണമായ ഈശോയെ ശിഷ്യന്മാർക്കും അമ്മയ്ക്കൊക്കെ കാണാൻ കഴിഞ്ഞു അല്ലേ?
ഒന്നാമത്തെ മഹിമയുടെ ദിവസം ഏതാണ്? കർത്താവ് ശമിശിക ഈടസഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി. അതെ, ഈ ഉയർത്തെഴുന്നേറ്റ സമയം ഈശോ മഹത്വപൂർണ്ണമായി മാറി. ബൈബിളിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. ഒരു പാപിനിയായിരുന്ന സ്ത്രീ ഈശോയുടെ വാക്കിലൂടെ, ഈശോയുടെ സ്പർശനത്തിലൂടെ ഒരു വലിയ വിശുദ്ധയായി, ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന, ഹൃദയത്തിൽ ഒട്ടിച്ചേർന്ന ആ സ്നേഹത്തിലേക്ക് വളർന്ന ഒരു വലിയ വിശുദ്ധയായി മാറി മഗ്ദലന മറിയം. ഈ മറിയം സദാസമയം ഈശോ അന്വേഷിച്ച് ജീവിച്ചു. പിന്നെ മഹിമയുടെ 2-ാം ദിവസമാണ് കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി 40-ാം നാൾ തൻ്റെ മാതാവും ശിഷ്യന്മാരും കാണുക സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. കർത്താവ് സ്വർഗത്തിലേക്ക് പോയ സമയത്ത് എന്താ പറഞ്ഞ ശിഷ്യന്മാരോട്? നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരുവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അതെ, നമ്മൾ പ്രാർത്ഥനയാകുന്ന ജെറുസലേമിൽ തന്നെ വസിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ പിടിയിൽ വീണു പോകും. അതിന് ഇടകൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈശോയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ കൂടുതൽ കൃപയിൽ വളരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മഹിമയുടെ 3-ാം ദിവസം കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹ്യോനൊട്ട് ശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു. നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ വിളിച്ചു കൂട്ടിയിട്ട് സഹ്യോനൊട്ട് ശാലയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ലേ? അങ്ങനെ ഈശോ ആദ്യം ജീവിച്ചിരുന്നപ്പോഴേ അവരോട് പറഞ്ഞ വാഗ്ദാനമായിരുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും, സഹായകനായ പരിശുദ്ധാത്മാവാണ് ഇനി നിങ്ങളെ നയിക്കുക. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ഭീരുക്കളായിരുന്ന എല്ലാ ശിഷ്യന്മാരും ശക്തരായി ഭയമെല്ലാം മാറി അവർ കർത്താവിന് സാക്ഷ്യം നൽകി അല്ലേ? അവർക്ക് വേണ്ടി ഒരുപാട് കർത്താവ് ചെയ്തു കൊടുക്കുന്നത്. അവരൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് വ്യക്തമായ തെളിവ് കൊടുത്തു. അതുകൊണ്ട് അവർ ശക്തരായി, അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. മഹിമയുടെ 4-ാം രഹസ്യം കർത്താവ് ഈശോ മിശിഹ സ്വർഗാരോഹണം ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്ത് നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു അല്ലേ? അതെ, പരിശുദ്ധ അമ്മ നമ്മൾ സ്വർഗാരോപണം, അതായത് പരിശുദ്ധ അമ്മ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് സഭാ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് സ്വർഗാരോപണം എന്ന് പറയുന്നത്? പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയൊക്കെ ഈ സ്വർഗത്തിലേക്കുള്ള പോക്ക് നമുക്ക് വ്യക്തമായ തെളിവ് തരുന്നുണ്ട്. നമുക്കൊരു സ്വർഗം ഉണ്ട്, നമുക്കൊരു ഭവനം, സ്വർഗത്തിലൊരു ഭവനം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മഹിമയുടെ 5-ാം ദിവസം പരിശുദ്ധ മാതാവ് സ്വർഗത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു. അമ്മയുടെ ആ കൃപ നിറഞ്ഞ ജീവിതം വഴി സാധാരണ ഒരു പെൺകുട്ടിയിൽ നിന്ന് കൃപ നിറഞ്ഞ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ ഒത്തിരി ഉയർത്തപ്പെട്ടു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുടി ധരിക്കപ്പെട്ടു. ഇതുപോലെ നമ്മളും കൃപയിൽ വളരുകയും ഈശോയിൽ ആശ്രയിച്ച് ഈശോയിൽ വിശ്വസിച്ച് ജീവിച്ച് നമ്മളെ ഓട്ടം നമ്മുടെ ജീവിതം പൂർത്തിയാക്കുമ്പോൾ നമുക്കും ഇതുപോലൊരു കിരീടം ഈശോ കരുതി വച്ചിട്ടുണ്ട്. അത് നമുക്ക് നേടണ്ടേ? അതിനെന്ത് വേണം? പ്രാർത്ഥിക്കണം, ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ വാഴണം. നമ്മുടെ ഈ ജീവിതം നമ്മൾ ചിന്തിച്ചൊക്കെ, പ്രത്യേകിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതം? നമ്മളെ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അപ്പൻ പുണ്യവതി മഠത്തിലേക്ക് പോകുമ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ ഇനി നിനക്ക് വരാനിരിക്കുന്ന ജീവിതം എന്നത് എത്രയോ ദീർഘമാണ്. കോടാനുകോടി വർഷങ്ങൾ ദൈവത്തോടു കൂടി ജീവിക്കുക. അതുകൊണ്ട് നീ ഇതിനെ
കാര്യമാക്കരുത്. നമ്മുടെ നാട്ടിൽ അൽഫോൻസാമ്മ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? അൽഫോൻസാമ്മ വിശുദ്ധയായല്ലേ? വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഈ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം, അതിൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ച്, എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഞാനൊരു സന്യാസിനിയായെങ്കിൽ, ഞാനൊരു വിശുദ്ധയായി മാറിയില്ലെങ്കിൽ എൻ്റെ സന്യാസ ജീവിതം വെറും വ്യർത്ഥമാണ്. അതെ, ഞാൻ സന്യാസ ജീവിതം വ്യർത്ഥമാക്കി കളയാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധയായി മാറിയില്ലെങ്കിൽ ഞാൻ ഈ എടുത്ത സഹനങ്ങളും ഞാൻ ഉപേക്ഷിച്ച എൻ്റെ ഈ സന്തോഷങ്ങളൊക്കെ വ്യർത്ഥമായി പോകും. അതുകൊണ്ട് നമുക്ക് അൽഫോൻസാമ്മ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളും അൽഫോൻസാമ്മയെ പോലെയൊക്കെ വിശുദ്ധിയിലേക്ക് വളർന്നു വരണം. അതിനെന്ത് വേണം? നമ്മൾ ഈ ലോക ജീവിതത്തെ നിസാരമായി കണ്ടുകൊണ്ട് പുണ്യത്തിൽ വളർന്നുകൊണ്ട് അമ്മയെ പോലെയൊക്കെ മഹത്വമുള്ള ജീവിതങ്ങളായിട്ട് രൂപാന്തരപ്പെടണം. നമുക്ക് ഈ സമയം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ അൽഫോൻസാമ്മയെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി മാറുവാൻ, ഒത്തിരി മക്കളെ തമ്പുരാനെ നേടിക്കൊണ്ട് ഒത്തിരി ആത്മാക്കളെ നേടുവാനുള്ള കൃപയിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മക്കളെ പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, ഞങ്ങളെ ഇതുപോലെ മഹത്വമുള്ള ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.